വെൽക്കം ബാക്ക് ടു നിക്കൂസ് വെൽ യൂട്യൂബ് ചാനൽ. അപ്പോൾ രാവിലെ ഇത് ടൈം ഒരു 7-7:30 ടൈമാണ് കേട്ടോ. ഇത്ര രാവിലെ ഞങ്ങൾ എങ്ങോട്ടാണെന്ന് വെച്ചാൽ കള്ളിക്കാട് പോവാണ് കേട്ടോ വീട്ടിലോട്ട്. അപ്പോൾ ഇവിടെ കാട്ടാക്കിടന്ന് അച്ഛൻ കൂടെ കയറാമെന്ന് പറഞ്ഞു കേട്ടോ. ഡ്യൂട്ടിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അച്ഛൻ ഇവിടെ നിന്ന് കയറാമെന്ന് പറഞ്ഞു വെറുതെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്ര നേരത്തെ പോയത്. പിന്നെ ഇന്നൊരു ദിവസം മാത്രമേ സ്റ്റേ ഉള്ളൂ, അതുകൊണ്ട് നേരത്തെ അങ്ങ് പോകാമെന്ന് കരുതി. അങ്ങനെ നിക്കൂനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഇതേ കൊണ്ടുപോകണം കേട്ടോ. എഴുന്നേൽപ്പിച്ചൊന്നുമില്ല, അവൾ ഉറങ്ങി എഴുന്നേറ്റ് തന്നെ, പക്ഷേ ഉറക്കത്തിൽ നിന്ന് അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് വരുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് ആ ഒരു കിറുക്കത്തിൽ ആളിരിക്കുകയാണ് കേട്ടോ. ദേ ഞങ്ങളുടെ കള്ളിക്കാട് കഴിഞ്ഞു. അപ്പം തന്നെ എന്താ പച്ചപ്പും ഹരിതാപയും എന്നൊക്കെ പറയണ പോലെ നമ്മുടെ സ്ഥലം എത്തിയപ്പോൾ ഒരു സന്തോഷം. പിന്നെ നേരെ വീട്ടിലെത്തി. നിക്കു അവളുടെ കലാപരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്, അവിടെ ഇവിടെ ഓടി നടക്കലും. ഇതാണ് ഞങ്ങളുടെ മുറ്റത്ത് നിന്നുള്ള വ്യൂ കേട്ടോ. രാവിലെയും സന്ധ്യയ്ക്കൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ. എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര സമാധാനം, പക്ഷെ നേരത്തെ എഴുന്നേൽക്കണം, അല്ലെങ്കിലും കാണാൻ ഭംഗിയാണ് കേട്ടോ. നല്ല രസമാണ്, പച്ചപ്പൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. അപ്പോൾ നിക്കു ഞാൻ ഇടയ്ക്ക് ഫ്രിഡ്ജ് തുറന്നപ്പോൾ മിന്നായം പോലെ എന്തോ ഫ്രിഡ്ജിൽ കണ്ടു. ഐസ്ക്രീം എന്ന് കരുതിയിട്ട് അവൾ അവിടെ കിടന്ന് വാശി പിടിക്കുകയാണ് കേട്ടോ. സത്യത്തിൽ അത് ഐസ്ക്രീമാണ്, ഒളിപ്പിച്ച് വെച്ചേക്കായിരുന്നു ഇടയിലോട്ട്, പക്ഷെ അവളത് കണ്ടുപിടിച്ചു രാവിലെ തന്നെ. അപ്പോൾ രാവിലെ തന്നെ കൊടുക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഒരു വിധത്തിൽ സമാധാനിപ്പിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊടുക്കണം കേട്ടോ. അമ്മ ദോശയും ഉരുളക്കിഴങ്ങ് കറിയും ഒക്കെ ഉണ്ടാക്കി അത് കഴിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് അമ്മ കഴിക്കാതിരിക്കുകയാണ്. അപ്പോൾ അമ്മ കഴിക്കാൻ നിന്നപ്പോൾ അച്ഛൻ ഭാര്യയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ അടുത്ത് നിന്ന് വീഡിയോ പിടിച്ചു, എന്നിട്ട് പറഞ്ഞ് ഭാര്യയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് എല്ലാവരും അറിയട്ടെ എന്ന് കരുതി. അങ്ങനെ അച്ഛൻ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ദോശയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ ഈ ഫോണുമായിട്ട് നടന്ന് വീഡിയോ ഒക്കെ പിടിക്കുമ്പോഴത്തേനെ എനിക്കും ഇതുപോലെ തന്നെ ഒരു കുഞ്ഞു ഫോൺ എടുത്തിട്ട് ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ബഹളമാണ് കേട്ടോ. ഭയങ്കര സംസാരവും എന്തൊക്കെയോ ചെയ്യും. നോക്കിയേ അവിടെ കൊണ്ട് ഞാൻ ഇവിടെ എവിടെയെങ്കിലും ഇങ്ങനെ ഫോൺ ചാരി വെച്ചിട്ടൊക്കെ ചിലപ്പോൾ വീഡിയോ പിടിക്കും, അതുപോലെ അവൾ ചെയ്യും കേട്ടോ. അപ്പോൾ ഇത് ഒരുപാട് മാങ്ങ അച്ഛൻ മേടിച്ചിട്ട് വന്നതാണ് കേട്ടോ. മേടിച്ചിട്ട് കുറേ ദിവസമായി, പക്ഷേ വീട്ടിലെത്തിക്കാൻ പറ്റിയില്ല. നമുക്ക് നേരത്തെ വീട്ടിലോട്ട് എത്തിക്കാൻ പറ്റിയില്ല. ചേട്ടനും പോയി മേടിക്കാൻ സമയം കിട്ടിയില്ല. അങ്ങനെ അച്ഛൻ ഭയങ്കര കഷ്ടപ്പെട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് നമ്മൾ വരുന്നത് വരെ എങ്ങനെയെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് കരുതി കേട്ടോ. കുറേ പോയി, ഒരുപാട് പോയി. എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി കേട്ടോ. കാരണം ഞാൻ ഒരു മാങ്ങപ്രാന്തിയാണ്. പണ്ടും ഇപ്പോഴും പ്രഗ്നൻസി ടൈമിലും ഒക്കെ എനിക്ക് മാങ്ങ ഇഷ്ടമാണ്. അതിലൊരു മാറ്റമില്ല കേട്ടോ. എത്ര മാങ്ങ കിട്ടിയാലും, പഴുത്ത മാങ്ങ കിട്ടിയാലും ഞാൻ കഴിക്കും കേട്ടോ. പക്ഷെ ഒരുപാട് നശിച്ച് പോയി, കുറച്ചേ നമുക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പുഡിങ്ങിലോട്ട് കിടന്നു കേട്ടോ. യൂട്യൂബിലൊക്കെ നോക്കി യൂട്യൂബ് സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ട ഒരു പുഡിങ്ങാണ് കേട്ടോ. ഇതെന്തോന്ന് ഇളനീർ മിൽക്ക് പുഡിങ് എന്ന് പറയും കേട്ടോ. അപ്പം സത്യമായിട്ട് ഇത്ര സക്സസ് ആവുമെന്ന് ഞാൻ കരുതിയില്ല, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ റെസിപ്പി ഇടുമായിരുന്നു. റെസിപ്പി ഒന്നുമില്ല, നമ്മുടെ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ ഷോർട്സ് കിട്ടും. പക്ഷേ ഇത് സക്സസ് ആയി, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. പക്ഷേ പാലിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് ഇത് പറ്റത്തില്ല കേട്ടോ. ഇത് നല്ലൊരു പാലിൻ്റെ ടേസ്റ്റ് വരും, കാരണം നമ്മൾ പാലിലാണ് ഉണ്ടാക്കിയത്. പിന്നെ പാലിൽ കുറച്ച് ബൂസ്റ്റും ഒക്കെ ആഡ് ചെയ്ത്, ബൂസ്റ്റും ഹോർലിക്സും ഒക്കെ ആഡ് ചെയ്ത് അതിൻ്റെ ഫ്ലേവർ അങ്ങ് മാറും. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടെ നിക്കൂനും ഒക്കെ ഇഷ്ടപ്പെട്ടു. തണുപ്പിച്ച് കഴിച്ചപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടി കേട്ടോ. അല്ലാണ്ട് കഴിച്ചതിനെക്കാട്ടിലും തണുപ്പിച്ചപ്പോൾ കുറച്ചുകൂടെ ടേസ്റ്റ് കൂടി. അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ വളഞ്ഞിരുന്ന് കഴിച്ചു. ഞാൻ നിക്കും തന്നെ മെയിനായിട്ട് കഴിച്ച് തീർത്ത കേട്ടോ. അവൾ നല്ലത് മാത്രമേ നിക്കു കഴിക്കാറുള്ളൂ. അപ്പോൾ അവൾ കഴിച്ചപ്പോൾ ഉറപ്പിക്കാം അത് നല്ല ടേസ്റ്റിയാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ വിരിഞ്ഞ മുല്ലമൊട്ടാണ് കേട്ടോ. പണ്ടിങ്ങനെയൊന്നും ആയിരുന്നില്ല, പണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു കേട്ടോ, നിറച്ച്. ഇപ്പോൾ ഭയങ്കരമായിട്ട് കുറഞ്ഞൊട്ടുമില്ല, ഇത്രയൊക്കെ ഉള്ളൂ. എന്നാലും അത്യാവശ്യം നന്നായിട്ട് കിട്ടും. നിക്കുവിനൊക്കെ അത് ഇന്നലത്തെയാണ് നിക്കുവിന് വെച്ച് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇപ്പോൾ തലയിൽ ഒരു വലിയ മാല ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇപ്പോഴത്തെ അമ്മ കിട്ടിക്കൊണ്ടിരിക്കുന്നു. നല്ല മണമാണ് കേട്ടോ, ഭയങ്കര രസം. അങ്ങനെ അപ്പൂപ്പൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് ആൾ നിൽക്കുകയാണ് കേട്ടോ. ഒരു പഴയ ഫോണാണ് കേട്ടോ. അവിടെ കിടന്ന് ഒരു പൊട്ട ഫോൺ എടുത്ത് വെച്ച് ആൾ ഓരോന്ന് ചെയ്യുവാണ് കേട്ടോ. പിന്നെ ഡാൻസ് കളി, നമ്മൾ പാട്ട് എവിടെ കേട്ടാലും ഏത് സാഹചര്യത്തിലായാലും നമ്മൾ ഡാൻസ് കളിച്ചിരിക്കും. അതാണ് സ്പിരിറ്റ്. ഫോണിൽ പാട്ട് ഇട്ടിട്ട് ഭയങ്കര ഡാൻസ് കളിയാണ് കേട്ടോ. എപ്പോഴും ഡാൻസ് കളിക്കണം, എപ്പോഴും പാട്ടിട്ട് ഡാൻസ് കളിക്കുക എന്നാണ് ആൾ പറയണത് കേട്ടോ. ഇവളൊരു ഡാൻസർ ആവുമെന്നാണ് തോന്നുന്നത്. അപ്പോൾ കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് ഞാൻ അത് വോയിസ് ഇടാത്തത് കേട്ടോ. അല്ലെങ്കിൽ ഉണ്ണി വാവാവോ പാട്ടിനാണ് ഡാൻസ് കളിക്കണം. അപ്പോൾ ആലോചിച്ച് നോക്കണം, ആ താളത്തിലങ്ങ് കളിക്കും കേട്ടോ ആൾ. അങ്ങനെ നമ്മുടെ എനർജറ്റിക് ആയിട്ടുള്ള പാട്ട് തന്നെ വേണമെന്നില്ല, നമ്മൾ ഏത് പാട്ടിനും ഡാൻസ് കളിക്കും. അതിൻ്റെ ഇടയിൽ അപ്പോൾ എൻ്റെ നിന്ന് പഴവും കഴിച്ചാണ് ഡാൻസ് കളിക്കണം കേട്ടോ. അങ്ങനെ ഇടയ്ക്ക് സന്ധ്യയ്ക്ക് നമ്മൾ വിളക്കൊക്കെ കൊളുത്തി. ഇതിൻ്റെ ഇടയിൽ നിക്കും അപ്പൂപ്പൻ്റെ കൂടെ റോഡിൽ പോവുകയാണ് കേട്ടോ. ഒരു വട്ടം കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ അപ്പൂപ്പൻ്റെ കാര്യം അതോ ഗതിയാവുമെന്ന് ഞാൻ പറഞ്ഞതാണ്. പക്ഷേ ഇടയ്ക്ക് ഒന്ന് കൊണ്ടുപോയി കേട്ടോ. കൊണ്ടുപോയി കഴിഞ്ഞ് തിരികെ വന്നത് കയ്യിൽ ചോക്ലേറ്റുമായിട്ടാണ്, അതല്ലാതെ വരത്തില്ലല്ലോ. അങ്ങനെ ആളെയും കൊണ്ട് പോയിരിക്കുകയാണ് കേട്ടോ. സന്ധ്യ സമയത്ത് നമ്മുടെ വീടിൻ്റെ ഇവിടെയൊക്കെ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. കുറച്ചുകൂടെ രാവിലെ ആയാലും അങ്ങനെ തന്നെ, സന്ധ്യ ആയാലും അങ്ങനെ തന്നെ നല്ല രസമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഫ്രണ്ടിൽ വന്ന് നിൽക്കുമ്പോൾ ഒരു മനസ്സ്
പിന്നെ സന്ധ്യയായി കഴിഞ്ഞാൽ നമ്മുടെ വീടൊരു അമ്പലം പോലെയാണ് കേട്ടോ. ഭയങ്കരമാണോ അമ്മ കുന്തിരിക്കം പോക്കലും അതിൻ്റെ ഇടയിൽ കൂടെ അത് എന്തുവാ എല്ലാ ബഹളമായിരിക്കും. ഭയങ്കര മണമാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ എനിക്ക് എന്നെ മേക്കപ്പ് ചെയ്യണം. അതെപ്പോഴും ഉണ്ട് കേട്ടോ ഈ പരിപാടി, മേക്കപ്പ് ചെയ്യണ പരിപാടി. അപ്പോൾ അത് അമ്മ തേങ്ങ തിരുമ്പുമ്പോൾ അതിൻ്റെ ഇടയിൽ പോയി ഇരിക്കുകയാണ് കേട്ടോ, ഒന്നും അറിയാത്ത മട്ടിൽ. എന്തിനായിരിക്കും ഇടയ്ക്കിടയ്ക്ക് അതിൽ നിന്ന് കൈയിട്ട് വരാനാണ് കേട്ടോ. അപ്പോൾ തേങ്ങ അതിൻ്റെ ഇടയിൽ പോയി പാവം ഒന്നും അറിയാത്ത പോലെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് അമ്മ എടുത്തോ എന്ന് പറഞ്ഞപ്പോൾ ഡൗട്ട്, ഇനി എന്നെ തന്നെയാണോ പറഞ്ഞത് എന്നൊക്കെ. ആൻഡ് ഇത് നെക്സ്റ്റ് ഡേ ആണെന്ന് തോന്നുന്നു കേട്ടോ. ഈ വീട്ടിലെ പണി എല്ലാം എടുക്കുന്നത് നിക്കു ഒറ്റയ്ക്കാണ്. എന്തൊക്കെ ചെയ്യണമെന്നറിയാമോ? അപ്പോൾ ഇതെന്ന് പറയുമ്പോഴത്തേനും അമ്മ നിക്കുവിനൊരു സ്നാക്ക് ഉണ്ടാക്കണം കേട്ടോ, ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക്. അത് എല്ലാവർക്കും അറിയില്ല, ഈ കൂര എന്നാണ് സംഭവം, റാഗി എന്നുള്ള സംഭവം കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്. പക്ഷെ അവരത് കഴിക്കണമെന്നില്ല. അപ്പോൾ അവർക്കിത് ഈ രീതിയിൽ ഉണ്ടാക്കി കൊടുത്ത് അവർ കഴിച്ചോളും, ഒരു അൽവ പോലത്തെ രീതിയിൽ. ഇതും യൂട്യൂബിൽ നിന്ന് എനിക്ക് കിട്ടിയ സംഭവം തന്നെ. അവളിത് കഴിക്കാത്തതുകൊണ്ട് ഞാൻ പൊടിച്ച് വെച്ചതൊക്കെ അതുപോലെ ഇരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കേണ്ടതെന്ന് നേരം ഞാൻ തപ്പി നോക്കി. കുറച്ച് പാടായതുകൊണ്ട് അത് അമ്മ അങ്ങ് ഏൽപ്പിച്ചോട്ടെ. നമ്മൾ കുരവ് പൊടിയും സെയിം അളവിൽ തേങ്ങ എടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ട് കുറച്ച് വെള്ളമായിട്ട് അടിച്ചെടുത്ത് അത് അരിക്കണം കേട്ടോ. ആദ്യം അരിപ്പിലും പിന്നെ ഒരു മസ്ലിൻ ക്ലോത്തിലോ നല്ലൊരു തോർത്തിലോ ഒക്കെ അരിച്ചെടുക്കണം. 2 വട്ടം അരിച്ചെടുക്കണം. എന്നിട്ട് വീണ്ടും ഇത് 1-2 വട്ടം റിപ്പീറ്റ് ചെയ്യണം കേട്ടോ. ഇങ്ങനെ അടിച്ചെടുത്ത് ഏകദേശം ഒരു 5 ഗ്ലാസ് ആവത്തക്ക രീതിയിൽ അടിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് തീയിൽ വെച്ച് മിക്സ് ചെയ്ത് പിന്നെ ഏകദേശം ആകുമ്പോഴത്തേനും നമ്മുടെ ശർക്കര പാനി ഒഴിച്ച് ഏലക്കപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് വഴറ്റി നെയ്യും ചേർത്ത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇങ്ങനെ ഇളകി വരുന്ന ഒരു കൺസിസ്റ്റൻസിയിൽ അതിലാക്കി എടുത്തിട്ട് നമ്മളൊരു പാത്രത്തിൽ തട്ടി ഇങ്ങനെ അലുവയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തട്ടി വെച്ചിട്ട് തണുക്കുമ്പോൾ കട്ട് ചെയ്തെടുത്താൽ മതിയേ. നിക്കുവിന് ഇങ്ങനെ കൊടുത്തപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം എനിക്ക് കുറച്ച് ആശ്വാസം, ഇങ്ങനെയെങ്കിലും അകത്ത് പോകുമല്ലോ ഈ സംഭവം എന്ന് കരുതി കേട്ടോ. ഇപ്പോൾ കഴിക്കുന്നുണ്ട്. ഇനി എങ്ങനെയാണെന്ന് അറിയത്തില്ല, തണുക്കുമ്പോഴത്തേനും ഇപ്പോൾ നന്നായിട്ട് കഴിക്കുന്നുണ്ട്. ആൾക്ക് ഇഷ്ടമായി. ഒരു കടലപ്പായസത്തിൻ്റെ ടേസ്റ്റ് കേട്ടോ. പായസം പ്രഥമനൊക്കെ വെക്കൂലേ, ആ ഒരു ടേസ്റ്റ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ആൾക്ക് ഇഷ്ടപ്പെട്ടത്. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. നല്ല ഒരു അൽവയുടെ സെയിം ഒരു ടേസ്റ്റൊക്കെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നന്നായിട്ടുണ്ടായിരുന്നു, നല്ല സക്സസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോയിൽ എങ്ങനെ കണ്ടു അതുപോലെ കിട്ടി. സാധാരണ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ അങ്ങനെ കിട്ടാറില്ല. പക്ഷേ ഇപ്പം ഉണ്ടാക്കിയ പുഡിങ്ങായാലും എന്തായാലും കറക്റ്റായിട്ട് കിട്ടി. പിന്നെ അമ്മ ഉണ്ടാക്കിക്കൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് കിട്ടുമെന്ന് അറിയായിരുന്നു. അങ്ങനെ ഞങ്ങളിതേ ചോറൊക്കെ കഴിച്ചതിന് ശേഷം ഇറങ്ങുകയാണ് കേട്ടോ, പോകാൻ വേണ്ടിയിട്ട്. ചേട്ടൻ വരും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾക്ക് 1-2 സ്ഥലത്തൊക്കെ പോകാനുണ്ട്. റിലേറ്റീവ്സിൻ്റെ വീട്ടിലൊക്കെ ചെറിയ ആവശ്യങ്ങളായിട്ടൊക്കെ പോകാറുണ്ട്. അതൊന്നും വീഡിയോ എടുക്കുന്നില്ല, വെറുതെ ഞങ്ങളിങ്ങനെ പോകുന്ന വീഡിയോ മാത്രമേ എടുക്കുന്നുള്ളൂ. അങ്ങനെ അച്ഛനും അമ്മയും ആയിട്ട് ഞാനും ചേട്ടനും നിക്കുമായിട്ട് പോകുന്നുണ്ട്. നിക്കുവിന് ഞാൻ നല്ല അടിപൊളി ഹെയർ സ്റ്റൈലൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. എനിക്കിതല്ലോ പരിപാടി. അങ്ങനെ ഞങ്ങളിതേ കുറച്ച് നേരം അവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു, അമ്മയും അച്ഛനെയും കാത്തിട്ട്. അങ്ങനെ നമ്മളവിടെ കുറച്ച് നേരം നിൽക്കും. ഇത് കാറിലിട്ടേക്കണ പാട്ട് കേട്ടിട്ട് ഡാൻസാണ് കേട്ടോ. എവിടെ പാട്ട് കേട്ടോ അപ്പോൾ അവളവിടെ ഡാൻസ്, ഭയങ്കര ഡാൻസാണ്. കോപ്പിറൈറ്റ് കിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ ഇടുമായിരുന്നു. ഭയങ്കര ഡാൻസാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഇത്രയൊക്കെ തന്നെ വിശേഷം. അപ്പം നെക്സ്റ്റ് പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.